ശശി, നിയമം നടപ്പിലാക്കാൻ ഞാൻ ചില നിയമവിരുദ്ധ വഴികളിലൂടെ സഞ്ചരിക്കാൻ പോവാം. ബസ്സില് മൈസൂർക്ക് 2 സീറ്റ് ബുക്ക് ചെയ്യും. അയ്യോ ഞാനല്ലേ. സാറിനെ പറ്റിയും കേട്ടിട്ടുണ്ടാവും. നിന്നെ നാളെ രാവിലെ 6 മണിക്ക് മൈസൂരെത്തിക്കൂടെ പരമതണ്ടി. സകല കാര്യത്തിനും ജ്യേഷ്ഠ സഹോദര, ഇവിടെ അടുത്ത് റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ടാകുമോ? ഒരെണ്ണം ഉണ്ടായിരുന്നു, കുറച്ചാൾ മുമ്പ് പൂട്ടിപ്പോയി. എന്തിനാ സാറേ? ഒന്ന് സിവിൽ ഡ്രസ്സിലേക്ക് മാറാനായിരുന്നു. ഇവന്മാർക്കൊക്കെ എന്ത് ഭ്രാന്തായോ? സത്യം തെളിയിക്കാൻ ഞാൻ എന്ത് സഹിക്കും. ഇതാ സാർ, പുറപ്പെട്ടുള്ളൂ. താങ്ക് യു. ഓ, ഹായ് മദർ. ഇങ്ങനെ ഓടി നടക്കല്ലേ, അവിടെ പോയിരുന്നു. ഹായ് അങ്കിൾ. മോടെ പേരെന്താ? മീനാക്ഷി. മീനാക്ഷി, നല്ല പേരാ കേട്ടോ. അതായി മോളെ ആരെങ്കിലും സീറ്റിലൊന്ന് പിടിച്ചിരുത്തിക്കേ. ആന്റി. അയ്യോ മോളെ ഇനി വന്നേ. എനിക്ക് ഉണ്ടായിരുന്നു മുടി, എല്ലാം പോയി. மேடம் கொஞ்சம் அந்த சீட்டில் உட்காருங்களா? ஓ சார், நீங்கள் இந்த சீட்டுக்கு வர முடியும் சார்? ரொம்ப உதவியாக இருக்குமாங்க சார். മാറി, സീറ്റും മാറി, സ്ഥാനഭ്രംശം മഹാകഷ്ടം. നാരീ പ്രശോഭിതം. സോറി, നോമാ ടൈപ്പ് അല്ല. എന്താ? സ്പർശനമില്ല. ക്ഷേത്രത്തിലെ ശീല സ്പർശിച്ച കുളിക്കണം. നിന്നെ തൊട്ട് ഞാനാ കുളിക്കണ്ടേ? നിന്നെക്കാൾ ഹൈജീനിക്കാ ഞാൻ. പൂജാരിയാണ്ട. ഫോൺ വരാൻ സമയം. ശിവനെ, ഇങ്ങോട്ട് പറ സാർ. എവറിത്തിങ് റെഡി, പോവാം. അല്ല സാർ, പാസ്പോർട്ടും ടിക്കറ്റും ഡേറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ബാക്കി ഡീറ്റെയിൽസ് നാളെ അറിയിച്ചോളാം. ഓ, അതുപോലെ സാർ. പിന്നെ ശശി, താൻ ഇവിടെ തന്നെ നിന്നാ മതി. അവരെ ആരെയും വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. താൻ അങ്ങോട്ട് വന്ന് എന്നെ കൂടെ ശശിയാക്കരുതെന്ന് മനസ്സിലായല്ലോ. സീറ്റ് കൺഫേം ആയിരിക്കും സാർ. ഇല്ല, നീ വിവരം പറഞ്ഞേ. അടിക്കറിയാ? അമ്മമ്മയുടെ വീട് എവിടെയാ? അമ്മമ്മക്ക് പടം വരയ്ക്കാൻ അറിയോ? ഒരു പടം വരച്ചു തരുമോ? അയ്യോ അമ്മ, ഇത് ടിവി കണ്ട സീൻ. അങ്ങനെയൊന്നും പറയല്ലേ, അടങ്ങിയിരിക്കവിടെ. സാർ, എങ്ക അയ്യാ സീറ്റ്? அந்த സീറ്റ് സാർ. ഇതാ, അത് രണ്ടും. ഓക്കെ സാർ. നീങ്ങില്ല കൈ വേണ്ട പപ്പ, പോണ്ട മോനെ. ബാ, ബസ്സിൽ പോവാം. ബസ്സിൽ പോവണ്ട പപ്പ. എടാ, നീ പറയുന്നത് കേൾക്ക്. ആ ബസ്സിന്റെ ബാക്കിയാണ് ഈ ബസ്. ഈ ബസ്സിലെ നമുക്ക് പോവാൻ പറ്റൂ. ഇതാവുമ്പം ഫോറസ്റ്റിലൂടെ മൈസൂരിലെത്തും. നമുക്ക് ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോയ മതി പപ്പ. ബാംഗ്ലൂർ ചെന്നിട്ട് ഫ്ലൈറ്റ് നോക്കാം. നീ വന്നേ. ദേ, ബസ് സ്റ്റാർട്ട് ചെയ്തു. പറയുന്ന കേട്ടില്ലെങ്കിലും പപ്പയ്ക്ക് ദേഷ്യം വരും കേട്ടോ. ആ ശരിയാ, വാവച്ചേ. വണ്ടി വരുന്നു. കൊടുക്കാനില്ല. ഏത് നേരത്തെ ആവശ്യമ്മയുടെ പോവാ. പപ്പ പപ്പ വാ വാ വാ. വാവച്ചിയുടെ അടുത്താ.
ഇടിച്ച് തൊലച്ചേനല്ലോ ഇപ്പോ. എല്ലാവരുടെ യാത്ര മുടക്കാരുടെ ഓരോ മാരണങ്ങൾ ഇറങ്ങിക്കോളും. ഓടണ്ടേ കയറി ഇരി. വണ്ടി വിടറോ ഡ്രൈവറെ. എൻ്റെ മോന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആരും മറ്റൊന്നും വിചാരിക്കരുത്. കുറച്ചു നേരം ഇവള് ജിക്കുമോന്റെ വാവച്ചി ആയിക്കോട്ടെ. ഓ അതിനെന്താ. യുവർ അറ്റൻഷൻ പ്ലീസ്. അതായത് യാത്രക്കിടെ അപരിചിതരുമായി സൗഹൃദം പാടില്ല. അതാണ് നിയമം. കേട്ടല്ലോ? വിലങ്ങ. അത് ശരി. നിയമം തെറ്റിച്ച് അകത്തായവരാണ് നിയമം പഠിപ്പിക്കുന്നത്. അതെ, ഞാനല്ല പ്രതി, ഇവനാ. പ്രതിയും കൊണ്ട് പോലീസ് ഇങ്ങനെയാണോ പോകുന്നത്? സത്യം പറ, നിങ്ങൾ പോലീസിനെ വെട്ടിച്ചടക്കുന്ന പ്രതികളല്ലേ? ഡ്രൈവർ, വണ്ടി സ്റ്റേഷനിലോട്ട് വിട്. പോലീസാണെന്ന് തെളിയിക്കാനുള്ള സാധനങ്ങളെല്ലാം യൂണിഫോമിലായി പോയില്ല ദൈവമേ. ഡേയ്, സത്യം പറ. ഞങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വണ്ടി സ്റ്റേഷനിലോട്ട് വിട്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എല്ലാവർക്കും ഇവന്മാരെ കൈകാര്യം ചെയ്യാം. ഞാനല്ല. പപ്പ 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 ഇവര് രണ്ടുപേരും കള്ളന്മാരാണ്. അന്ന് രാത്രി അപ്പച്ചിയുടെ വീട്ടിൽ കയറിയവരാണ്. അതല്ല മോനെ, ഇവന്മാരുടെ കൂടെ പോലീസുകാരും ഇല്ലയോ? പിന്നെ ഇവന്മാരെ കണ്ടപ്പോഴേ തോന്നിയത് അവന്മാരെ കള്ളന്മാരാണ്. എടോ, വണ്ടി സ്റ്റേഷനിലോട്ട് വിട്. അച്ഛാ, നമ്മൾ കണ്ടതല്ലേ സാർ യൂണിഫോം മാറുന്നത്? അതെ. നീ അതും കണ്ടോ? അങ്കിൾ, ഞങ്ങൾ കണ്ടതാ. മോള് കണ്ടതാണോ? അങ്ങനെയാണെങ്കിൽ വണ്ടി ബാംഗ്ലൂർക്ക് വിട്. എന്റെ ശേഷി തന്നെ ഞാൻ കിടക്കേണ്ടി വന്നു. പിന്നെ അത് മതി. അങ്കിൾ 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 എന്റെ അപ്പച്ചിയുടെ വീട്ടിൽ കയറി ഇത് മുട്ടയല്ലേ? മോനെ, നീ സീറ്റ് വന്നിരി. അതെ, വണ്ടി വിടാറായില്ല ഡ്രൈവറെ. കുറെ നേരമായല്ലോ. അങ്കിള് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാവോ? എന്റെ അപ്പച്ചിയുടെ വീട്ടിൽ കയറി ഇത് മുട്ടയല്ലേ? അപ്പച്ചി ടോർച്ച് കൊണ്ട് അടിച്ചു. എന്റെ അപ്പച്ചിക്ക് ഒന്നും നന്നായി പോയി. നീ പോയ സീറ്റ് പോയിരുന്നേ. അങ്കിള് അങ്കിളിന് അതിൽ തോക്കുണ്ടോ? ആ തോക്കിൽ ഉണ്ടോ? ഉണ്ട തോക്കില്ലടാ. ചെറുക്കനെ പിടിച്ചിരുന്നുണ്ടോ? കുറച്ച് നേരമായി കേട്ടോ. 100 ലക്ഷം പിള്ളേരുടെ ഓരോ ചോദ്യങ്ങള്. ഉണ്ട അപ്പൊ എല്ലാത്തിനും പിടിച്ച് അകത്ത് ഊറ്റിക്കൊള്ളണം. റാസ്കൽസ്. എല്ലാവരും പ്രതികളാണെന്ന് കരുതിയുള്ള സാറിന്റെ പെരുമാറ്റം തീരെ ശരിയല്ല. അതെ, എന്നെ ശരി തെറ്റൊന്നും പഠിപ്പിക്കണ്ട. കെട്ടിക്കാൻ പ്രായമായ മോനെ ഉണ്ട എന്താ ചെകുത്തിക്കോ, അയാള് പോലീസുകാരൻ തന്നെയാ. എന്താ സംശയം? ആള് നിറഞ്ഞിട്ടില്ല. ബസ് പുറപ്പെടാനായി തോന്നുന്നു. സമയം എത്ര വേഗത്തിലാ പോയത്? പ്രണയത്തിന് കുതിരയുടെ കാല, സമയം വേഗം പോവും. കാശിങ്ങനെ കയ്യിലിട്ട് കളിക്കരുത്. അതിനോട് സ്നേഹവും ബഹുമാനവും വേണം. സൂക്ഷിച്ച് ചെലവാക്കണം. മനസ്സിലായോ? ശരി. ഹലോ, ക്ലാസ് തുടങ്ങും മുമ്പ് അങ്ങെത്തും. ഓക്കെ സാർ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ രജനി. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അവളുടെ മേലെ സാറിന്റെ ഒരു കണ്ണ്. നിന്റെ പെണ്ണിന്റെ സംരക്ഷണമാണ് കേരള പോലീസിന്റെ പണി. ഒറ്റ പ്രതിയെ കൊണ്ട് പോകാനുള്ള പാസ്പോർട്ട് എനിക്കുള്ളൂ. ഒരാളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ. എക്സ്ക്യൂസ് മീ, ബി കെയർഫുൾ അറ്റ് യുവർ ഓൺ റിസ്ക്.